ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഷിരൂരിൽ നിന്നാണ്. ഷിരൂരിലെ അർജുന് വേണ്ടിയുള്ള ദൗത്യം നിർണായക ഘട്ടത്തിലെന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വിവരം. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന സൂചന, ലോഹഭാഗങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അർജുന്റെ ലോറിയിൽ തടികെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറും കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ സ്ഥിരീകരണവും വന്നിരിക്കുന്നു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഷിരൂരിലെ ദൗത്യം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണോ? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലോഹഭാഗങ്ങൾ അർജുന്റെ ലോറിയുടേതാണോ? ഒപ്പം നേരത്തെ കയറുകൾ കണ്ടെത്തിയിരുന്നു. അതിൽ ആ കയറ് അർജുന്റെ ലോറിയിൽ തടികെട്ടാൻ ഉപയോഗിച്ചിരുന്നതാണ് എന്ന സ്ഥിരീകരണവും വന്നിരിക്കുകയാണ്. മനു, ഇന്നത്തെ തെരച്ചിലിൽ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളുണ്ട്. ഒന്ന്, ലോഹഭാഗം അല്പസമയം മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ട്രക്കിൻ്റേതെന്ന് സമാനമായ ഒരു ലോഹഭാഗമാണ്. പക്ഷേ അത് അർജുൻ്റെ ട്രക്കിൻ്റേതാണോ എന്നുൾപ്പെടെ സ്ഥിരീകരിക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. പരിശോധന നടക്കുന്നത് നാവികസേന കണ്ടെത്തിയ അതേ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ ലോഹ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയ സ്ഥലത്താണ് പരിശോധന നടത്തുന്നത്. അതേസമയം 2 തവണ പരിശോധന നടത്തുന്നതിനിടെ കയർ കണ്ടെത്തിയിരുന്നു. അത് അർജുൻ്റെ ട്രക്കിൽ ഉപയോഗിച്ചിരുന്ന കയറാണ് എന്നാണ് പറയുന്നത്. ട്രക്കുടമ മനാഫ് ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പരിശോധനയ്ക്കിടെ കയർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതെ, ഞമ്മളതാ. കയറുകളൊക്കെ നമ്മളതാ. അത് 400 ഫീറ്റ് ഏകദേശം നീളത്തിലുണ്ടാവും കയറ്. അത് ഈ വെള്ളത്തിൽ മൊത്തം പരന്നെടുക്കും കയറ്. വാഹനത്തിലുണ്ടാവും. ഒരു ബാക്കത്തെ ഗാർഡ്, അത് നമ്മളതാ. അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ കണ്ടു. ആയിരിക്കും. ഇല്ല, അത് നമ്മളതായിരിക്കില്ല. അത് ഞാൻ കണ്ട്. അതൊരു ഓറഞ്ച് കളറാ. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മനു, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ട്രക്കുടമ മനാഫാണ് സംസാരിച്ചത്. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ക്രാഷ് ഗാർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ക്രാഷ് ഗാർഡ് കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ക്രാഷ് ഗാർഡാണ്. അത് അർജുൻ്റെ ട്രക്കിൻ്റെ ക്രാഷ് ഗാർഡാണ് എന്നാണ് പറയുന്നത്. ഈ നാവികസേനയുടെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് സിജു. അർജുന്റെ ട്രക്കിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് ലോറിയുടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കണ്ടെത്തിയ ലോഹഭാഗം അത് അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. ലോറിയുടമ മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. തെരച്ചിൽ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. അർജുന്റെ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ലോറിയുടമ മനാഫ്. അത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതാണെന്ന് സ്ഥിരീകരണം വരുന്നു. സിജു, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു. അതിൽ സ്ഥിരീകരണവും വന്നിരിക്കുന്നു. മനു, ഔദ്യോഗികമായ സ്ഥിരീകരണമല്ല. ട്രക്കുടമ മനാഫാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ക്രാഷ് ഗാർഡ് ലഭിച്ചിരിക്കുന്നത് അത് കണ്ട് ബോധ്യപ്പെട്ടു. അത് അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെതാണ്, തങ്ങളുടെ ട്രക്കിൻ്റെതാണ് മനാഫ് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 തവണയാണ് കയർ ലഭിച്ചത്. വലിയ നീളത്തിൽ കയർ ലഭിച്ചു. ആ കയർ അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്ന കയറാണ്. 400 അടി കയർ ഈ വാഹനത്തിലുണ്ടായിരുന്നു. അത് ഇവിടെ പല ഭാഗത്തുമായി ചിതറിക്കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഒന്ന്, ബോട്ടിൽ നടത്തിയ പരിശോധനയിൽ, മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് ഈ കയറിൻ്റെ ഒരു ഭാഗം കണ്ടെത്തിയത്. മറ്റൊന്ന്, ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ, നാവികസേന അടയാളപ്പെടുത്തിയ പോയിന്റിന് തൊട്ടടുത്തായി ഈ പരിശോധന നടത്തുമ്പോഴാണ് കയറിൻ്റെ ഒരു അറ്റം ലഭിച്ചത്. ആ അറ്റം പിന്നീട് ഉയർത്താനുള്ള ശ്രമം, ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും ആ കയർ പൊട്ടിപ്പോവുകയായിരുന്നു. അതേ സ്ഥലത്ത് ഇവരുടെ കൂടെയുള്ള മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധന നടത്തും. തൊട്ടടുത്ത ബോട്ടിൽ നമുക്ക് കാണാം. അതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ അവർ നിൽക്കുകയാണ്. ഏതായാലും മനാഫാണ് പറയുന്നത്, ഈ ലോഹഭാഗം, അതായത് ഈ ക്രാഷ് ഗാർഡാണ് അർജുൻ്റെ വാഹനത്തിൻ്റെ, അത് ഉറപ്പാണ് എന്നാണ് മനാഫ് പറയുന്നത്. കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ക്രാഷ് ഗാർഡ് അത് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെതാണ് എന്ന് തന്നെയാണ് മനാഫ് പറയുന്നത്. ഔദ്യോഗികമായ ഒരു വിശദീകരണം പിന്നീട് വരേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മരങ്ങളും ചില്ലകളും എല്ലാം തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഇതിനിടയിൽ ഇതൊക്കെ നീക്കം ചെയ്യുന്നതിനിടയിലാണ് ഈ ലോഹഭാഗം, അതായത് ഒരു ലോറിയുടെ ക്രാഷ് ഗാർഡ് ഉൾപ്പെടെ ലഭിക്കുന്നത്.
ഏതായാലും വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലേക്കാണ്, തിരച്ചിലിൻ്റെ മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. 3-ാം ദിവസത്തെ പരിശോധനയിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. 3-ാം ദിവസമാണ് ശരിക്കും ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്ക് പരിശോധന എത്തിയത്. 2 ദിവസങ്ങളിലും കൃത്യമായി ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ പ്രധാന പോയിന്റിൽ നിന്നുകൊണ്ട് പരിശോധന നടത്തുന്നു. അതിന് ചുറ്റുമായി ഡ്രഡ്ജർ നിർത്തിവെച്ചതിന് ശേഷം മണ്ണ് നീക്കം ചെയ്യുന്നു. കല്ലും മരങ്ങളും എല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മനു, തീർച്ചയായും ഇനിയിപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. സിജു, നാവികസേനയും ഇന്നത്തെ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? നാവികസേനയാണോ ഇപ്പോൾ ദൗത്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? നിലവിൽ നാവികസേന ഇവിടെ എത്തിയിട്ടില്ല. അതിനുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അധികൃതർ നൽകിയത് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞത് നാവികസേനയുടെ സേവനം ആവശ്യമാണെങ്കിൽ തേടുമെന്നാണ്. നിലവിലെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയയും പറഞ്ഞത് ആവശ്യമാണെങ്കിൽ നാവികസേനയുടെ സഹായം തേടാമെന്നുള്ളതാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ പരിശോധനയുടെ ഭാഗമായിരുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സഹായം തേടിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടതിനനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ ഈ ഷിരൂരിലേക്ക് എത്തും. ഗോവ വിമാനത്താവളത്തിൽ ഇറങ്ങി 2:30 3 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഐബോർഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തി ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു പല സ്ഥലങ്ങളിലായി. ഇന്ന് അദ്ദേഹത്തിന്റെ സേവനം തേടുന്നു. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കൊപ്പം അദ്ദേഹം GPS സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഐബോർഡ് ഡ്രോൺ സംവിധാനം കൊണ്ടുവരുന്നില്ല. GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോഹ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. SDRF സംഘം അതോടൊപ്പം തന്നെ NDRF സംഘത്തിന്റെ സേവനം കൂടി ഇന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടുതലായി അവർ ഈ തിരച്ചിലിന്റെ ഭാഗമാകുന്നില്ല. അവർ മറ്റ് സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഡ്രഡ്ജറിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. അതേസമയം തന്നെ തൊട്ടടുത്തായി അവരുടെ കൂടെയുള്ള മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധനയും നടത്തുന്നു. ഈ രീതിയിൽ അതായത് ഇപ്പോൾ ഈ ലോഹഭാഗങ്ങളും കയറും ഒക്കെ കണ്ടെത്തിയ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിലിലേക്ക് പോകാനാണല്ലേ അടുത്ത ഘട്ടത്തിലെ അടുത്ത വരും സമയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത്? ഈ ലോഹഭാഗങ്ങളുടെ സാന്നിധ്യം ലഭിച്ച സ്ഥലത്തായിരിക്കും കൂടുതൽ പരിശോധന. നമുക്ക് കാണാം നാവികസേന അടയാളപ്പെടുത്തിയ ആ പോയിന്റ് കാണാം. ആ പോയിന്റിനോട് ചേർന്ന് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഡ്രഡ്ജറിൽ നിന്ന് മണ്ണ് നീക്കം നടക്കുന്നത്. ഈ മുകൾ വശത്തെ ഡ്രഡ്ജർ നിർത്തിയ ശേഷം അതിൻ്റെ ഒരു വശത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഇതിന് ചുറ്റുമായി ആ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് പുഴയുടെ മധ്യഭാഗത്തോട് ചേർന്ന സ്ഥലമാണ്. അവിടെ ആഴം കൂടുതലുണ്ട്. ഈ ഹിറ്റാച്ചിയുടെ കൈക്ക് ഏറ്റവും താഴത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. ചില ഭാഗങ്ങളിൽ മണ്ണ് നീക്കം ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കൈകൾക്ക് അത്രത്തോളം താഴത്തേക്ക് എത്താനുള്ള ഒരു ശേഷിയില്ല എന്നതാണ് പ്രശ്നം. പക്ഷേ മറ്റ് ചില ഭാഗങ്ങളിൽ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ കൈ താഴേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും അതിന് ചുറ്റും മണ്ണ് നീക്കിക്കൊണ്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ ലോഹഭാഗം ലഭിച്ച അതേ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നടക്കും. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി എത്തുമ്പോൾ ആ ഭാഗത്ത് ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തും. മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇന്ന് പരിശോധന നടത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ താഴെഭാഗത്തുള്ള പരിശോധനയിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. ആദ്യത്തെ ക്യാബിൻ ഭാഗം, അതോടൊപ്പം തന്നെ മുൻഭാഗത്തെ ടയർ ഭാഗം, ഇന്നലെ നടത്തിയ പരിശോധനയിൽ എഞ്ചിൻ ഭാഗം ഇതെല്ലാം കണ്ടെത്തിയിരുന്നു. കാര്യം ഈ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ ഏതാണ്ടെല്ലാം പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞു. ചില ഭാഗങ്ങൾ, ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇനി ലഭിക്കാനുള്ളൂ. അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗങ്ങളാണ് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ലഭിച്ചത്. ഈ ഡ്രഡ്ജർ എത്തിച്ച് പരിശോധന നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഡ്രഡ്ജർ ഉറപ്പിക്കുന്നതിനുള്ളൊരു ശ്രമം നടക്കുമ്പോൾ ആദ്യ ദിവസം ഒരു ലോഹഭാഗം കണ്ടെത്തി. അത് അർജുൻ്റെ വാഹനത്തിൽ ഈ വാഹനത്തിൽ കുടിവെള്ളത്തിൻ്റെ ടാങ്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു ലോഹഭാഗമാണെന്ന് ട്രക്ക് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം ലഭിച്ചത് കയറാണ്. ഇന്ന് നിരവധി കയർ ലഭിച്ചിട്ടുണ്ട്. വലിയ നീളത്തിൽ കയർ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഈ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയ്ക്കിടെ കയർ ലഭിച്ചു. അത് ഒരു ബോട്ടിലേക്ക് മാറ്റി. പിന്നീട് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയ്ക്കിടെ കയർ ലഭിച്ചു. അത് ഈ ഡ്രഡ്ജറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നാലെയാണ് മറ്റ് ഭാഗങ്ങൾ ലഭിച്ചത്. അതായത് ഈ
ക്രാഷ് ഗാർഡ് ലഭിച്ചത്. ആ ക്രാഷ് ഗാർഡാണ് ഇപ്പോൾ അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റേത് തന്നെയാണെന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നത്. മറ്റൊരു ലോഹഭാഗം ലഭിച്ചു, എന്നാൽ അത് വാഹനത്തിൻ്റേതല്ല, അതിൻ്റെ കളർ മാറ്റമുണ്ട് എന്നാണ് മനാഫ് അറിയിച്ചത്. ഏതായാലും ഓരോ ഘട്ടത്തിലും മണ്ണ് നീക്കം ചെയ്യുമ്പോൾ പ്രധാന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ഇന്ന് കാത്തിരിക്കാം. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ ഒരു അസ്ഥിഭാഗം കണ്ടെത്തിയിരുന്നു. അത് ഇവിടെ നിന്ന് തൊട്ട് താഴെ 100 മീറ്റർ താഴെയായി മണ്ണ് നീക്കുന്നതിനിടയിലാണ് ഒരു അസ്ഥിഭാഗം കണ്ടെത്തിയത്. മനുഷ്യൻ്റേതിന് സമാനമായ അസ്ഥിഭാഗമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ട ആവശ്യമായ നടപടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയ പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട്. കാരണം അത് മനുഷ്യൻ്റെ അസ്ഥി തന്നെയാണോ അല്ലെങ്കിലും മറ്റേതെങ്കിലും മൃഗത്തിൻ്റേതാണോ എന്നാണ് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിക്കേണ്ടത്. ഏതായാലും മനുഷ്യൻ്റേതിന് സമാനമായ അസ്ഥിഭാഗം എന്നാണ് ഈ കണ്ട ആളുകൾ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായി നടക്കുന്ന പരിശോധന മനുഷ്യൻ്റെ അസ്ഥിഭാഗമാണോ എന്ന് ഉറപ്പിക്കുകയാണ്. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ DNA പരിശോധനയിലേക്ക് കടക്കും. നിലവിൽ കാണാതായിരിക്കുന്നത് 3 പേരാണ്. അർജുൻ, അതോടൊപ്പം തന്നെ കർണാടക സ്വദേശികളായ ജഗന്നാഥൻ, ലോകേഷ് എന്നിവർ. ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. തുടർന്ന് DNA പരിശോധനയിലേക്ക് കിടക്കും. എന്നാൽ DNA പരിശോധനാ ഫലം വരുന്നതിന് ഒരാഴ്ചയെങ്കിലും സമയം വേണമെന്നാണ് നിലവിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ സമാന്തരമായി മറ്റ് പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടെത്തിയ അസ്ഥിഭാഗത്തിൻ്റെ പരിശോധന കൂടി നടക്കുന്നു. അത് മംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതായാലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം ഗംഗാവാലി പുഴയിൽ നടക്കുന്നു. വളരെ സജീവമായി നടക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ കുറച്ച് കൂടുതലായി ഇന്ന് മണ്ണ് നീക്കവും പരിശോധനയും നടക്കുന്നു. നാവികസേന അടയാളപ്പെടുത്തിയ പ്രധാന പോയിന്റിൽ ലോഹഭാഗമുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്നു. അതിന് ചുറ്റുമായി മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ലോഹഭാഗവും ഒരു വാഹനത്തിൻ്റെ ക്രാഷ് ഗാർഡും അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്നത് മനാഫ് ഉറപ്പിക്കുന്ന കയറും കണ്ടെത്തിയിരിക്കുന്നത്. പരിശോധന തുടരുകയാണ്. മനു, തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സിജു നേരത്തെ പറഞ്ഞൊരു പ്രശ്നം അവിടെ വ്യക്തമായി നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ പുഴയിലേക്ക് ഈ മണ്ണുമാന്തിയുടെ യന്ത്രക്കൈ താഴ്ന്നു പോകുമ്പോൾ അത് പൂർണ്ണമായും മുങ്ങിക്കഴിഞ്ഞാലും അടിത്തട്ടിലേക്ക് എത്തുന്നില്ല എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ചിലയിടങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നുണ്ട്. അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്? ഇന്ന് രാവിലെ വേലിയിറക്ക സമയത്ത് ആണ് പരിശോധനകൾ ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ ജലനിരപ്പ് കുറച്ച് ഉയർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാവിലെ നോക്കുമ്പോൾ ഈ പുഴയുടെ മധ്യഭാഗത്ത് അപകടത്തെ തുടർന്ന് രൂപപ്പെട്ട മൺതിട്ടകൾ ഇതിനേക്കാൾ കൂടുതൽ ദൃശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മൂടുന്ന രീതിയിലേക്ക് ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വേലിയേറ്റ സമയമാണ്. വേലിയേറ്റ സമയത്ത് ജലനിരപ്പ് ഉയർന്നതിനാൽ കുറച്ചുകൂടി പ്രതിസന്ധി സൃഷ്ടിക്കും. രാവിലെ വേലിയിറക്ക സമയത്ത് തന്നെ ചില മേഖലകളിൽ ഈ യന്ത്രക്കൈകൾ പൂർണ്ണമായും അടിത്തട്ടിലേക്ക് താഴ്ത്താൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രതിസന്ധി മറികടക്കുന്നതിന് മറ്റ് വഴികളില്ല. കാരണം നിലവിലുള്ള ഡ്രഡ്ജർ സംവിധാനത്തിൽ ഈ രീതിയിൽ പരിശോധന നടത്താൻ മാത്രമേ സാധിക്കൂ. മറ്റു തരത്തിൽ ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് സാധ്യമല്ല. അത് അസാധ്യമാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം മാറ്റാൻ കഴിയും, മണ്ണ് നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നോക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മണ്ണ് എടുത്ത് മാറ്റുക എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ മാറ്റുക വളരെ പ്രയാസകരമാണ്. കാരണം നമുക്ക് ആ മധ്യഭാഗത്ത് കാണാം, വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിരിക്കുന്നു. 40 അടി താഴ്ചയുള്ള ഈ ഗംഗാവാലി പുഴയിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണും മരങ്ങളുമെല്ലാം തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്നു. അതെല്ലാം തന്നെ നീക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. പക്ഷേ മുങ്ങൽ വിദഗ്ധർ മുങ്ങി നടത്തുന്ന പരിശോധനയ്ക്കിടെ സംശയകരമായ സാധനങ്ങൾ, വസ്തുക്കൾ കണ്ടെത്തുന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ ഓരോ തവണ ഈ യന്ത്രക്കൈ ഉപയോഗിച്ച മണ്ണ് കോരി മുകളിലേക്ക് എടുക്കുമ്പോഴും അങ്ങനെ വരുമ്പോൾ സിജു ആ GPS സംവിധാനം കൂടി വരുന്നതോടെ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. കാരണം ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ മുങ്ങൽ വിദഗ്ധർ പുഴയ്ക്കടിയിൽ മുങ്ങി സംശയാസ്പദമായ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് പരിശോധന നടത്തുന്നു. ഇനി GPS കൂടി വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പവും വേഗത്തിലുമാകും അല്ലേ ആ പരിശോധനകൾ? ഈ പരിശോധനകളെ GPS സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന സഹായിക്കുമെന്നാണ് കരുതുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ എന്തായാലും 2:30 3 മണിയോടുകൂടി എത്തി ഇത് ഈ പരിശോധനയുടെ ഭാഗമാകും. അപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനൊപ്പം സംശയകരമായ വസ്തുക്കൾ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഈ GPS സംവിധാനം ഉപയോഗിച്ചുള്ളൊരു പരിശോധന നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം കരയിൽ മുമ്പ് നടത്തിയപ്പോൾ GPS ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയപ്പോൾ ഒരു പ്രതിസന്ധിയായി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്
ചെളിയും മണ്ണും നിറഞ്ഞ പ്രദേശങ്ങളിൽ അത്ര പ്രായോഗികമല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ എത്തിക്കുമെന്ന് പറയുന്നത് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നതിനും പരിശോധന നടത്തുന്നതിനുമുള്ള ഒരു സംവിധാനം എത്തിക്കുമെന്ന ഒരു വിവരമാണ് നൽകുന്നത്. ഏതായാലും പലതവണ ഇങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറയുകയും അത് പിന്നീട് വൈകി എത്തുകയും ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു മാസം 4 ദിവസവും പിന്നിട്ടപ്പോഴാണ് ഡ്രഡ്ജർ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾ നേരിട്ട് എത്തിയാൽ മാത്രമേ നമുക്കത് ഉറപ്പിച്ചു പറയാൻ കഴിയൂ. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ അർജുൻ്റെ കയർ ലഭിച്ച ബോട്ട് ഇതാണ്. ആ ബോട്ടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ കയർ ലഭിച്ച ബോട്ട് ഇതാണ്. അതിലേക്ക് നേരത്തെ ലഭിച്ച കയർ വലിച്ച് അവിടെ ഇട്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ MD ആണ് ആ ബോട്ടിൽ കയറി ഡ്രഡ്ജറിലേക്ക് പോകുന്നത്. പരിശോധനയുമായി ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിച്ച ശേഷം മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിലവിൽ മറ്റ് ലോഹഭാഗങ്ങൾ ലഭിച്ച ഭാഗത്ത് തന്നെയാണ് തിരച്ചിൽ നടത്തുന്നത്. ഇത് ഏത് വാഹനത്തിൻ്റെ ലോഹഭാഗമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നേരത്തെ ഈ ക്രാഷ് ഗാർഡ് ലഭിച്ചത് തൻ്റെ വാഹനത്തിൻ്റെതാണെന്ന് ട്രക്ക് ഉടമ മനാഫ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ മറ്റ് തുടർ പരിശോധനകൾ ആവശ്യമാണ്. കാരണം ഇപ്പോൾ അത് ഡ്രഡ്ജറിനകത്താണുള്ളത്. അതിനുശേഷം ലഭിച്ച ലോഹഭാഗം ട്രക്കിൻ്റേതല്ല, അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റേതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വളരെ ദൂരെയാണ് ഈ ഡ്രഡ്ജർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ദൃശ്യം മാത്രമേ, അതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനാഫ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ വസ്തുക്കൾ കരയിലേക്ക് എത്തിച്ച് വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ അത് അർജുൻ്റെ ട്രക്കിൻ്റേതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. ഏതായാലും വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതുന്നു. ഔദ്യോഗികമായ ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ട്രക്ക് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു പറയുന്നു, ആ നേരത്തെ ലഭിച്ച ലോറിയുടെ ക്രാഷ് ഗാർഡ് അത് തൻ്റെ വാഹനത്തിൻ്റെ തന്നെയാണ്, അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ തന്നെയാണ്. കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ക്രാഷ് ഗാർഡാണ്. അതെനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് മനാഫ് പറഞ്ഞത്. അതിനുശേഷം ലഭിച്ച ലോഹഭാഗം ഒരു ചുവന്ന കളർ, ഓറഞ്ച് കളറാണ്. അത് തൻ്റെ വാഹനത്തിന് ഉള്ളതല്ല എന്നും മനാഫ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇന്നത്തെ തിരച്ചിലിൻ്റെ ഒരു പ്രത്യേകത ഈ പരിശോധന ഇവിടേക്ക് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നു, കൂടുതൽ വസ്തുക്കൾ ലഭ്യമാകുന്നു, കയർ ലഭ്യമാകുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു ബാഗ് ലഭിച്ചിരുന്നു. ആ ബാഗ് പക്ഷേ അർജുൻ്റേതല്ലെന്ന് ഇവിടെയുള്ള കുടുംബാംഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്ക് പാക്കാണത്, പുറകിലിടുന്ന തരത്തിലുള്ള ബാഗാണ്. മറ്റ് അർജുൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗ് കയ്യിൽ തൂക്കി പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബാഗാണ് ഉണ്ടായിരുന്നതെന്ന് അർജുൻ്റെ സഹോദരി അഞ്ജുവും അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവും ഇവിടെ നിന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ മറ്റ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നില്ല. ഔദ്യോഗികമായ വിശദീകരണം അല്പസമയത്തിനകം നമുക്ക് അല്പസമയത്തിനകം തന്നെ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരുമെന്ന് പ്രതീക്ഷിക്കാം. സിജു, ഏതായാലും ഇന്ന് ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നതിന് ശേഷമുള്ള തെരച്ചിലിൽ ഏറ്റവും പ്രതീക്ഷയേറിയ ഒരു ദിവസമാണ്. കാരണം കയറ് കണ്ടെത്തിയിരിക്കുന്നു. അത് അർജുൻ്റെ ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊന്ന്, ഒരു ലോറിയുടെ ബമ്പർ ഭാഗം കണ്ടെത്തിയിരിക്കുകയാണ്, ക്രാഷ് ഗാർഡ് ഭാഗം കണ്ടെത്തിയിരിക്കുകയാണ്. ലോറി ഉടമ മനാഫ് പറയുന്നത് അത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് തന്നെയാണെന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുമില്ല. എങ്കിൽ പോലും ഇതുവരെയുള്ള തെരച്ചിലിൽ ഏറ്റവും പോസിറ്റീവായ ഒരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നിർണായകമായ ഘട്ടമാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അല്പസമയത്തിനകം തന്നെ GPS സംവിധാനവുമായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി വരുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ആ പരിശോധന ശാസ്ത്രീയമായി നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം.